ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. IPL മാതൃകയിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആദ്യമായി സംഘടിപ്പിക്കാൻ പോകുന്ന ഫ്രാഞ്ചൈസി ലീഗാണ് KCL T20. IPL പോലുള്ള വമ്പൻ ലീഗിൻ്റെ മാതൃകയിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ടൂർണമെൻറ്റ്, അത് ഫ്രാഞ്ചൈസി ബേസ്ഡ് ടൂർണമെൻറ്റ് നടത്താൻ പോകുന്നത്. 6 ടീമുകളാണ് പ്രഥമ KCL ടൂർണമെൻറ്റിൽ മാറ്റുരയ്ക്കാൻ പോകുന്നത്. സോ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നടത്തുന്ന KCL ടൂർണമെൻറ്റ്, കേരള ക്രിക്കറ്റ് ലീഗ് T20യുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉൾപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയിട്ടുള്ളത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്ക് വേണ്ടി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. ഒപ്പം ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം. സോ എന്താണ് കേരള ക്രിക്കറ്റ് ലീഗ്? നേരത്തെ പറഞ്ഞ പോലെ നമുക്കറിയാം, IPL പോലുള്ള IPL മാതൃകയിൽ പല സ്റ്റേറ്റുകളിലും അവരുടെ ക്രിക്കറ്റ് അസോസിയേഷൻ ഇങ്ങനെ ടൂർണമെൻറ്റൊക്കെ നടത്താറുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ നമുക്കറിയാം TNPL, തമിഴ്നാട് പ്രീമിയർ ലീഗ്, വളരെ ഫേമസ് ആയിട്ടുള്ള ടൂർണമെൻറ്റാണ്. ആന്ധ്രാപ്രദേശ് ആണെങ്കിൽ ആന്ധ്ര പ്രീമിയർ ലീഗ്. അങ്ങനെ പല സ്റ്റേറ്റുകളും അങ്ങനൊരു തങ്ങളുടെ സ്റ്റേറ്റിലെ ഫ്രാഞ്ചൈസികൾ ഉൾപ്പെടുത്തി പ്രീമിയർ ലീഗ് നടത്താറുണ്ട്. സോ ആ ഒരു മോഡലിലാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇനിഷ്യേറ്റീവ് എടുത്ത് ആദ്യമായി കേരള ക്രിക്കറ്റ് ലീഗ് നടത്താൻ പോകുന്നത്. 6 ഫ്രാഞ്ചൈസികളാണ് പ്രഥമ KCLൽ മത്സരിക്കാൻ പോകുന്നത്. നമുക്കറിയാം, കേരള പ്ലെയേഴ്സിനെ ഒരുപക്ഷെ ഈ ഒരു ടൂർണമെൻറ്റ് അടുത്ത നെക്സ്റ്റ് ലെവലിലേക്ക് IPL പോലുള്ള വമ്പൻ ലീഗിലേക്ക് അടക്കം അവരുടെ പെർഫോമൻസ് തെളിയിച്ചുകൊണ്ട് മുന്നേറാനുള്ളൊരു വമ്പൻ പ്ലാറ്റ്ഫോം തന്നെയാണ് ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങാൻ പോകുന്നത്. സോ KCLൻ്റെ ലോഗോ ലോഞ്ചും ഒപ്പം നമുക്കറിയാം ഐക്കൺ പ്ലെയർ KCL ഇത്തവണ ഐക്കണായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന മലയാളി താരം സഞ്ജു സാംസണാണ്. പക്ഷേ സഞ്ജു ഇത്തവണ KCL മത്സരിക്കുന്നില്ല. അതോടൊപ്പം തന്നെ KCLൻ്റെ ഷെഡ്യൂളൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അനൗൺസ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. സോ എന്താണ് KCL? നമുക്കറിയാം 6 ടീമുകളാണ് പ്രഥമ KCLൽ മത്സരിക്കാൻ പോകുന്നത്. ടീമുകൾ ആരൊക്കെയാണെന്ന് നോക്കാം. ആലപ്പി റൈപ്പിൾസ്, അതോടൊപ്പം തന്നെ ഏരീസ് കൊല്ലം സെയിലേഴ്സ്, ആലപ്പി റൈപ്പിൾസ്, ഏരീസ് കൊല്ലം സെയിലേഴ്സ്, കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സ്, ട്രിവാൻഡ്രം റോയൽസ്, കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്, തൃശ്ശൂർ ടൈറ്റൻസ് എന്നിങ്ങനെ 6 ടീമുകളാണ് പ്രഥമ KCLൽ മത്സരിക്കാൻ പോകുന്നത്. സോ പ്ലെയർ ഓപ്ഷനൊക്കെ നേരത്തെ നടന്നിട്ടുണ്ടായിരുന്നു. അടുത്ത മാസം, അതായത് സെപ്റ്റംബർ 2 മുതൽ സെപ്റ്റംബർ 18 വരെ ആയിരിക്കും ടൂർണമെൻറ്റ് നടക്കാൻ പോകുന്നത്. മത്സരങ്ങൾ മുഴുവനായിട്ടും തിരുവനന്തപുരം കാര്യവട്ടം ഇൻ്റർനാഷണൽ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കാൻ പോകുന്നത്. ഒരു ദിവസം 2 മത്സരങ്ങൾ വീതമായിരിക്കും, അതായത് ഡേ മാച്ചും നൈറ്റ് മാച്ചും ഉൾപ്പെടെ 2 മത്സരങ്ങളായിരിക്കും ഒരു ദിവസം നടക്കാൻ പോകുന്നത്. ഡേ മാച്ച് വൈകുന്നേരം 2:30 മുതലും, അതോടൊപ്പം തന്നെ ഈവനിങ് മാച്ച് 6:30 അല്ലെങ്കിൽ 7:30 ആ ഒരു ടൈമിലായിരിക്കും ഈവനിങ് മാച്ചസും നടക്കാൻ പോകുന്നത്. സോ നേരത്തെ പറഞ്ഞ പോലെ കാര്യവട്ടം ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും മുഴുവൻ മത്സരങ്ങളും നടക്കാൻ പോകുന്നത്. ഇനി ഫൈനലിന് ഒരു റിസർവ് ഡേ അനുവദിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 18 വരെയാണ് ഈ ടൂർണമെൻറ്റ് നടക്കുന്നതെങ്കിൽ പോലും കലാശ പോരാട്ടം മറ്റ് തടസ്സങ്ങൾ എന്തായാലും ഉണ്ടായി. ഒരു റിസർവ് ഡേ അനുവദിക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 19 അതിന് അനുവദിച്ചിട്ടുണ്ട്. സോ ഇതാണ് ടൂർണമെൻറ്റിൻ്റെ ഫുൾ ബേസിക്കൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇനി നേരത്തെ പറഞ്ഞ 6 ടീമുകളാണ് മത്സരിക്കാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ ആലപ്പി റൈപ്പിൾസ്, കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സ്, തൃശ്ശൂർ ടൈറ്റൻസ്, കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്, ഏരീസ് കൊല്ലം സെയിലേഴ്സ് ആൻഡ് ട്രിവാൻഡ്രം റോയൽസ്. 2 ഷിഫ്റ്റുകളായിട്ടായിരിക്കും മത്സരങ്ങൾ നടക്കാൻ പോകുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.